ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിഷ് കെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റോഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ ഒരു പണ്ടത്തെ കുപ്പിയും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കുറേ പോറലുകളൊക്കെ ഉള്ള കുപ്പിയാണ് സംഗതി. അപ്പം നമ്മളിതിനകത്ത് ചെയ്തെടുക്കാൻ പോകുന്നതിന് നമുക്ക് കുറച്ച് ബൈൻഡൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ കാർഡ്ബോർഡ് ഞാൻ ഇങ്ങനെ ഒന്ന് വെട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. പിന്നെ ആദ്യമായി നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അപ്പം നമ്മുടെ സംഗതിയിലോട്ട് കിടക്കാം. ഇത് ഞാൻ ഇത്തരത്തിലൊന്ന് ഒട്ടിച്ചെടുത്ത് വലിയൊരു ട്യൂബാണ് ആക്കിയെടുക്കുകയാണ്. അതായത് കുഞ്ഞ് 2 ട്യൂബുകളായിരുന്നു, അത്ര വലിപ്പമൊന്നുമില്ല. എന്നാലും രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ച് സംഗതി ഒന്ന് നീളത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെയായിട്ട് നമുക്കതൊന്ന് ചുറ്റി കൊടുക്കണം. കുറച്ച് കട്ടിക്കിരിക്കണം സംഗതി, അതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. മുകളിലായിട്ട് ഞാൻ ടേപ്പ് യൂസ് ചെയ്തൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് കുഞ്ഞു ട്യൂബുകളിലൂടെ ആ ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കുഞ്ഞു ട്യൂബുകൾ ഉണ്ടാക്കണം. മറ്റേ ആദ്യം നമ്മൾ കട്ട് ചെയ്തതിനേക്കാട്ടിലും കുറച്ചുകൂടെ കുഞ്ഞത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ കോൺക്രീറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ഈ സംഗതി നമുക്ക് കിട്ടിയത്. കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ഗുണമുണ്ടായി. പിന്നെ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ 2 ട്യൂബാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ 2 ട്യൂബും നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പുറവും ഇപ്പുറവുമായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം കാര്യം ഒരുവിധമൊക്കെ എല്ലാവർക്കും തുടങ്ങി കാണും. മുകളിലത്തെ കഴുത്തിൻ്റെ ഭാഗത്തും ഞാൻ ആദ്യം ചെയ്തിരുന്ന പോലെ തന്നെ ഒന്ന് ബൈൻഡ് വെച്ച് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനിതെടുത്തിരിക്കുന്നത് നമ്മുടെ പൈപ്പിൻ്റെയൊക്കെ കവർ ചെയ്യുന്നൊരു ടേപ്പ് സാധനം ഉണ്ടല്ലോ, അതിൻ്റെ കവറാണിത്. അപ്പം അതിൽ ഞാൻ ഇതുപോലെ റാ ഷേപ്പിലായിട്ട് ഒരു കുഞ്ഞു ട്യൂബ് ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്കത് ഈ കുപ്പിയുടെ മുകളിലത്തെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു വെക്കാം. അപ്പം കാര്യം പിടികിട്ടിയല്ലോ ഏകദേശം. നമ്മുടെ ലാമ്പാണ് സംഭവം. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കി ബൈൻഡ് ഒട്ടിച്ചിരിക്കുന്ന എല്ലായിടത്തും നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഒട്ടിച്ച് ഫുള്ളൊന്ന് കവർ ചെയ്ത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കാണാറുള്ള പോലെ തന്നെ ബ്ലാക്ക് കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബൈൻഡുള്ള ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ താഴെയായിട്ട് ഞാനൊരു ഡിസൈന് വേണ്ടി ട്രയാങ്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇരിക്കുന്ന ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടും അത്തരത്തിലൊരു വേറൊരു ഡിസൈനൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനും മുകളിലായിട്ട് ഒരു ചെറിയ ബോർഡർ കണക്കെ കൂടെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. സംഗതി പൊളിയാണെന്ന് വിചാരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി ഞാനിനി എത്തുന്നിടം വരെ ടാറ്റാ.